ഓർഗാനിക് ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യണത് ഇതിൻ്റെ മുളകൊക്കെ നമ്മൾ കാന്താരി മുളകില്ലേ അതെല്ലാം അപ്പോൾ വിളവ് കഴിഞ്ഞു. 3 തവണ ഞാൻ വിളവ് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെയൊക്കെ കൊമ്പൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാം. കംപ്ലീറ്റ് കൊമ്പൊക്കെ വെട്ടി കൊടുത്താൽ ഇനി അടുത്ത ഇതിലത് പൊടിച്ച് വരുള്ളൂ. വീണ്ടും പൊടിച്ച് വരുമ്പോൾ നമുക്ക് ഇതേമാതിരി തന്നെ വിളവെടുക്കാം. ഇതിൻ്റെ ഇലകളൊക്കെ പഴുത്തു തുടങ്ങി. അപ്പോൾ പഴുത്തതും ഇതൊക്കെ ഒന്ന് കളയാം. എല്ലാം കളഞ്ഞിട്ട് നമുക്ക് പുതിയ വളം കൊടുക്കണം. ഇതിന് എല്ലാം വെട്ടിക്കളയണം. എല്ലാം ഈ പഴയ കൊമ്പുകളൊക്കെയാണ് വെട്ടിക്കളയണം. വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ കൊമ്പ് പൊടിച്ച് വരും. ഇതിന് ഓരോന്നൊക്കെ ഉണ്ട് കാര്യങ്ങളല്ല, ഒക്കെ വെട്ടിക്കളയണം. കൊമ്പൊക്കെ വെട്ടിയാൽ ആ പുതിയ കൊമ്പുകൾ പൊടിച്ച് വരും. പഴുത്തത് അതിങ്ങനെ ഒരു മൂപ്പെത്തിയമാതിരി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ കൊമ്പുകളും വെട്ടണം. അപ്പോൾ പുതിയ കൊമ്പുകൾ വരും. നമുക്ക് ഇതേമാതിരി തന്നെ വീണ്ടും വിളവെടുക്കാൻ സാധിക്കും. 3 തവണ അത്യാവശ്യം വിളവെടുത്തിട്ടുണ്ട്. ഇതിന്ന് നല്ല ഉണ്ടായിട്ടുണ്ട്. കാന്താരി മുളക്, വെള്ള കാന്താരി, പച്ച കാന്താരി ഒക്കെ ആയിരുന്നു. കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. എല്ലാതും പൊടിച്ച് വീണ്ടും ഇതേമാതിരി വരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് നമുക്ക് നല്ലൊരു വളവും കൊടുക്കണം. ധൈര്യമായിട്ട് വെട്ടിക്കളയാം. വീണ്ടും ഇതേമാതിരി തന്നെ ഉണ്ടായി വരും. നല്ല വളമൊന്ന് കൊടുത്തു കഴിഞ്ഞാലേ ഇതിങ്ങനെ നിന്നിട്ട് മുരടിച്ച് പോകുന്നല്ലാതെ വേറെ ഒന്നുമില്ല, വേറെ കാര്യമൊന്നുമില്ല നമുക്കിതുകൊണ്ട്. പിന്നെ പുതിയ ഇലകൾ വരും. ഇപ്പോൾ കുറേയൊക്കെ മഴയും പിന്നെ അത്യാവശ്യത്തിൻ്റെ വിളവ് തീർന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ വെളുത്ത ഇല ഇങ്ങനെ വന്നിട്ടുള്ളത്. മഴക്കാലമാണല്ലോ, എപ്പോഴും നല്ല മഴയാണ്. പഴുത്ത ഇലകളുള്ള ഈ കമ്പ് മുഴുവൻ വെട്ടി കൊടുക്കാൻ പറ്റും. ഏകദേശം പൊക്കെ വെട്ടി കഴിഞ്ഞ് ഓരോ മുളക് അവിടെയൊക്കെ ഉണ്ട്. വെട്ടി കിടക്കും. ഇനി നമുക്കതിന് എന്ത് ചെയ്യാം, നമുക്കതിന് കുറച്ച് നന്നായിട്ട് വളം കൊടുക്കാം. അപ്പോൾ പുതിയതായിട്ടുള്ള പൊടിപ്പൊക്കെ വന്നു തുടങ്ങും. ഇപ്പോൾ കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ ജൈവ സ്ലറി ഉണ്ട് ഇവിടെ, അതാണ് ഞാൻ കൊടുക്കുന്നത്. ജൈവ സ്ലറി ഇരട്ടി വെള്ളത്തിൽ ചേർത്തി, മഴക്കാലമാണല്ലോ, അപ്പോൾ ചേർത്തിട്ട് ഞാൻ അതാണ് കൊടുക്കുന്നത്. ഇവിടെ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും അതിന് കിട്ടുന്ന ജൈവ സ്ലറിയാണത്.
എല്ലാ മുളകിൻ്റെ കമ്പും ഞാൻ വെട്ടി. കൊമ്പൊക്കെ ചിലത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട് വെട്ടിക്കളയാം നമുക്ക്. അതിന് ശേഷം നമുക്ക് വളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഞാൻ എല്ലാം ഇതും ഒഴിക്കുന്നുണ്ട്. വെണ്ട, മുളക്, വെണ്ടയ്ക്കൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ കാലത്തും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് വെണ്ടയ്ക്ക. അത്യാവശ്യം നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള വെണ്ട നമുക്ക് തന്നെ പറിച്ചെടുക്കാം. കുറച്ച് വെണ്ട ഉണ്ട് ഇവിടെ, അതൊന്ന് പറിക്കട്ടെ. വഴുതന, വഴുതനയുടെ ഒക്കെ കൊമ്പ് ഇതേമാതിരി വെട്ടി കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ വേനൽക്കാലത്തെ കൃഷിയായിരുന്നല്ലോ, ഇനിയിപ്പോൾ അത് നമുക്ക് ഈ കൊമ്പൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാം. ഇതേമാതിരി വഴുതന ഇതുമാതിരി കൊമ്പൊക്കെ വെട്ടിക്കൊടുത്താൽ വീണ്ടും ഇതേമാതിരി പൊടിച്ച് വരും. ഇന്നത്തെ എൻ്റെ വീഡിയോ കഴിഞ്ഞു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.